അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് മെയ് 1 തൊഴിലാളി ദിനമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഒന്ന് തൊഴിൽ ചെയ്യാം എന്ന് വെച്ചാൽ കുറച്ച് പയറ് ചെടികൾ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെടികളൊക്കെ ഒന്ന് തടമൊക്കെ കൊടുത്ത് അവർക്ക് പിടിച്ച് നിൽക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ അവരുടെ പോരാട്ട വീര്യം നിറഞ്ഞൊരു ദിനമാണ് മെയ് 1. അന്താരാഷ്ട്ര തൊഴിലാളി ദിനമെന്നാണ് ഇന്ന് അറിയപ്പെടുന്നത് തന്നെ. 1886 അമേരിക്കയിലെ ചിക്കാഗോയിലാണ് 8 മണിക്കൂർ ജോലി സമയം ആവശ്യപ്പെട്ട് തൊഴിലാളികൾ സമരം നടത്തുകയും ആ സമരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ തൊഴിലാളികൾക്ക് അവകാശം വേണം, അവരുടെ ചൂഷണത്തിന് എതിരെയുള്ള ഐക്യദാർഢ്യം വേണം, അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് 1923 ചെന്നൈയിലാണ് ഇതിന് തുടക്കം കുറിച്ചത്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവാനെന്ന മുദ്രാവാക്യത്തോടു കൂടി തുടക്കമിട്ടതാണ്. പിന്നെ അത് കഠിനാധ്വാനത്തെ മാനിക്കാനും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം, പിന്നെ ന്യായമായ കൂലി കിട്ടാനും ഒക്കെയാണ് അന്ന് ഇങ്ങനെ ഒരു ദിനം അവർ ആഘോഷിച്ചത് 1923. അപ്പോൾ 1886 അമേരിക്കയിലെ ചിക്കാഗോയിലും മെയ് 1 ഇങ്ങനൊരു സംഭവം ഉണ്ടായി. നമ്മുടെ ഇന്ത്യയിൽ 1923. അപ്പോൾ ഈ ദിനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യുകയാണ്, തൊഴിലാളി ദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു പയറ് കൃഷി തന്നെ തുടങ്ങാം എന്ന്, ഇനി കൃഷിയിലോടൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് പഠിപ്പിക്കലാണ്, ടീച്ചിങ്ങാണ്, ട്യൂഷൻ മാസ്റ്ററാണ്. അപ്പോൾ എന്നാൽ എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെടികൾ, പയറ്, അങ്ങനെ പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഐറ്റംസ് ഇതൊക്കെ നടുക. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ ഇപ്പം നമ്മുടെ കിളികളാകട്ടെ, അതുപോലെ എല്ലാ മനുഷ്യനും കിളികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഉപകാരപ്രദമായി നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പ്ലാന്റുകൾ നട്ടുപിടിപ്പിക്കുക. അത് പഴവർഗ്ഗമാകട്ടെ, പച്ചക്കറി ആകട്ടെ, പൂക്കളാകട്ടെ, എല്ലാം പ്രകൃതിക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നട്ടുപിടിപ്പിച്ചതിൽ കുറച്ച് വിത്തുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വിത്താക്കി വെച്ചിട്ട് അതിനെ കുറച്ചുകൂടെ ഉണക്കി പാകമാക്കി എടുക്കണം. ഇവിടെയൊക്കെ കുറച്ച് ചീനിക്കിഴങ്ങ് ഞാൻ കടയിൽ നിന്ന് കറി വയ്ക്കാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന സമയത്ത് 2 ചീനി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് പൊടിച്ച് വന്നു. അങ്ങനെ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നട്ടു. ഇപ്പോൾ അതൊരു 3-4 മാസമായപ്പോൾ അതങ്ങ് കാട് കയറി അങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ കാണാൻ തന്നെ മനസ്സിനൊരു സുഖമാണ്, അതുപോലെ സന്തോഷമാണ്. അവരുടെ കൂട്ടത്തിൽ കൊള്ളുന്ന കുറച്ച് ചെടികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിനം നമുക്ക് തൊഴിലുകൾ ചെയ്തുകൊണ്ട് തുടങ്ങാം അല്ലേ. മെയ് 1 തൊഴിലാളി ദിനമാണ്. അപ്പോൾ നല്ല വെയിലായിരുന്നു, വെള്ളം ഒഴിച്ചിട്ടും അവർക്ക് നല്ല ഫലപുഷ്ടമായിട്ട് പറ്റിയിട്ടില്ല. അപ്പം കത്തിരിക്കയൊക്കെ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുകയാണ്. നല്ല കത്തിരിക്കയാണ് കേട്ടോ, ഒരുപാട് ചതയൊക്കെ ഉള്ള കത്തിരിക്കയാണിത്. ഒരു കുഞ്ഞും നിൽക്കുന്നുണ്ട്. പക്ഷേ കാന്താരി മുളകാണ് കേട്ടോ, അതിൻ്റെ ഒരു അവസ്ഥയൊക്കെ രോഗം പിടിച്ച പോലെ നിൽക്കുന്നു. അതിൻ്റെ ഇടയിലൊരു കാന്താരി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, പഴുത്തിട്ട് കാണാൻ രസമുണ്ടല്ലേ. പിന്നെ വെള്ള കാന്താരിയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ച് വന്ന് ഇങ്ങനെ തൊടുത്ത് നിൽക്കുകയാണ്. ഇതിൽ വേറൊരു ഐറ്റം ഉണ്ട്, ഫലപുഷ്ടതയൊക്കെ നഷ്ടപ്പെട്ട് കുറച്ചും കൂടെ വലുതായിരുന്നു, കളർ വ്യത്യാസമുണ്ട് മറ്റേ കാന്താരിക്കാലം. ഇതിൽ നിറച്ചുണ്ട് കേട്ടോ. ഇത് വ്യത്യസ്തമായ വെള്ളക്കാന്താരിയാണ്. നല്ല എരിവൊക്കെയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഞാനിത് ഒരിടത്തുനിന്ന് വിത്ത് കൊണ്ടുവന്ന് നട്ട് പൊടിപ്പിച്ച കാന്താരിയാണ്. ഞങ്ങൾക്കിവിടെ ആടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആട് ഓടി വന്നത് തിന്നങ്ങ് നശിപ്പിക്കും. കുറച്ച് നാൾ ഇങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ച് പരിപാലിച്ചെടുത്ത്
വീണ്ടും ഫലപുഷ്ടമാകും, വീണ്ടും ആട് വന്ന് തിന്നും. എന്നാലും ഞാനത് വിട്ട് കളയില്ല കേട്ടോ. അതിനെ നട്ട് പൊടിപ്പിച്ചപ്പോൾ ഇതാ എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഒത്തിരി ഇവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ തരുന്ന ഈ ഫലപുഷ്ടത തന്നെ അതിന് ഉദാഹരണമാണ്. പിന്നെ വേറൊരെണ്ണം അതേപോലെ നട്ടുപിടിപ്പിച്ചു. ഇതും അതേ അവസ്ഥ തന്നെ. ആട് തിന്നും, വീണ്ടും ഞാൻ പൊടിപ്പിച്ചെടുക്കും, വീണ്ടും ആട് തിന്നും, എങ്കിലും വീണ്ടും വീണ്ടും ഞാനിത് പൊടിപ്പിച്ചെടുക്കും. അതെന്തൊരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ 3 മൂട് കാന്താരി ഞാൻ എന്ത് ചെയ്ത് വിത്ത് പാകി പൊടിപ്പിച്ചെടുത്തു. അതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. പെട്ടെന്നൊന്നും ഇപ്പോൾ പിടിക്കുന്നില്ല. മറ്റത് പണ്ട് കാലങ്ങളിലാണെങ്കിൽ നമ്മൾ നടയേ വേണ്ട കാന്താരി. നമ്മുടെ തൊടിയിലൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പുരയിടങ്ങളിലൊക്കെ അത് ഒത്തിരി കിളികളൊക്കെ തിന്ന് അവരുടെ കാഷ്ടം വീണിട്ട് ആ വിത്ത് വഴി എല്ലായിടത്തും എന്താണ് വേവിച്ചിങ്ങനെ കാണുമായിരുന്നു. നടയേ വേണ്ടായിരുന്നു. പക്ഷെ ഇന്നത് കാണാനില്ല. ഒടിച്ച് കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അത്ര പാടാണിത് കേട്ടോ. എൻ്റെ ചീരയൊക്കെ ആടൊക്കെ തിന്ന് നശിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഞാനെന്നാലും വീണ്ടും വീണ്ടും നടും. എൻ്റെ ഉമ്മയുടെ ആടാണ് കേട്ടോ. ഇതാണ് ആൾ, എൻ്റെ കൃഷി നശിപ്പിക്കുന്ന ആൾ. ഓയ് പറടി. ഇത് അവൻ്റെ മോനാണ്, അവളുടെ മോൻ. അവർ രണ്ടുപേരും കൂടെ നശിപ്പിച്ച് വെച്ചാൽ ഞാൻ വീണ്ടും നടും. കുറച്ച് നേരമൊക്കെ ഇരുന്നങ്ങ് കരയും കേട്ടോ. കരഞ്ഞ് സങ്കടമൊക്കെ തീർന്നിട്ട് വീണ്ടും പോയി ചെയ്തില്ലെങ്കിൽ വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് മനസ്സിന്. പിന്നെ ഇത് നെസ്റ്റോളജി എന്ന് പറയും, അല്ലെങ്കിൽ ഗൃഹാതുരത്വം. പണ്ട് കാലങ്ങളിൽ നമ്മൾ മുത്തുച്ചെടി എന്ന് പറയും. അതൊരു കമ്പൗണ്ട് നട്ടുന്നതാ ഭംഗിയായിട്ട് പൂവും കാച്ചി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനി മുത്ത് മഞ്ഞ കളറിലാവും. ഈ മുത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കൃഷി വിശേഷങ്ങൾ. ഇനി അങ്ങനെ ഒത്തിരി ഉണ്ട്. പിന്നെ ഇത് ബജിച്ചീര പെരും പയറിട്ട് എരിശ്ശേരി പോലെ വയ്ക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല ഭംഗിയാണെന്നോ കാണാൻ, ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ. പിന്നെ ബജ്ജി ഉണ്ടാക്കാം നമുക്കിതിൽ. കടലമാവ് ഉപയോഗിച്ച് ബജ്ജി ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ പൊന്നാങ്കണ്ണി ചീര, അത് ഒത്തിരി ഞാനിങ്ങനെ നട്ട് പൊടിപ്പിച്ചവരിങ്ങനെ പച്ചിലയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല എന്ത് ഭംഗിയല്ലേ. നമ്മുടെ കണ്ണിനും മനസ്സിനും ശരീരത്തിനെല്ലാം സുഖം തരുന്ന ഒരു ചീരയാണ് കേട്ടോ ഈ പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഇനിയും പ്രോത്സാഹിപ്പിക്കണം. ഇനി കാണും വരേക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും തൊഴിലാളി ദിനത്തിൽ ഉണ്ടാകട്ടെ. തൊഴിലിലും അഭിവൃദ്ധി ഉണ്ടാകട്ടെ.